ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു പഴം കൊണ്ടൊരു പായസം വെച്ചാലോ? ഏത്തപ്പഴം വെച്ചിട്ട് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലടിക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഒന്നിച്ച് പോയി ചെയ്യാലോ. അപ്പോൾ പഴം മിക്സിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അടിക്കാൻ വേണ്ടി. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കണേ. കുറച്ച് പഴത്തിലേക്ക് പാലൊഴിച്ചിട്ട് നമുക്ക് ശരിക്കും അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞിട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നെയ്യ് ഒഴിക്കാം കേട്ടോ. ഒരു സ്പൂണ് നെയ്യ്. അരച്ച് വെച്ച പഴം ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഒഴിച്ചു. ഇനി ഇത് ഇളക്കിക്കൊണ്ട് അപ്പോൾ കുറച്ച് പാലൊഴിച്ചു. ആ പാലൊന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പിടണം. ലേശം മതി കേട്ടോ. നമുക്ക് കുറച്ച് പഞ്ചസാര ഇടണം. നമുക്ക് 2 സ്പൂൺ പഞ്ചസാര. എന്നിട്ട് ശരിക്കും ഇളക്കണം. തയ്യായി വരുന്ന സമയത്ത് ഒരു കുറച്ചും കൂടെ പാലൊഴിക്കണം. നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് നന്നായിട്ട് പഴം വേവണം. നന്നായിട്ട്, എന്നാൽ അതിൻ്റെ ഇത് വരുള്ളൂ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് റവ ഇടണം. ഞാൻ അരപ്പാത്രം ഇതാട്ടോ ഇടുന്ന റവയെ. ഈ പഴത്തിന് വേണ്ടിയുള്ള മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് റവ ഇടാം കേട്ടോ. കുറേശ്ശെ ഇടണേ. കുറേശ്ശെ ഇട്ടിട്ട് ലൂസായ ടൈറ്റാക്കി കൊണ്ടുവരാം. എന്താ റവയും വേവണം, പഴവും വേവണം നന്നായിട്ട്. വെന്ത് റവ നന്നായിട്ട് വെന്താലേ ഇത് നമുക്ക് ഉരുട്ടാനൊക്കെ പറ്റുള്ളൂ. ഞാൻ റവ വെന്തോട്ടോ. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ശരിക്കും ഒന്ന് എടുക്കാം. ഇനി നമുക്കിത് ചൂട് പോകുന്നതിന് മുമ്പ് പയ്യെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഉരുട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. നമ്മുടെ കയ്യിൽ എണ്ണ പറ്റിയിട്ട് വേണം ഉരുട്ടാൻ, വിട്ടു പോരാതിരിക്കാൻ വേണ്ടി. ഇത്രയും ചെറിയ ബോൾ മതി കേട്ടോ. നമുക്ക് ഒരു ഇതിന് കിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന ഇതിന്. ബാക്കി ഉരുട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഉരുട്ടിയൊക്കെ ഉരുട്ടിയെടുത്ത് ഇനി ഒന്ന് ആവി കയറ്റണം. എന്നാലൊരു മയം കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ആവി കയറ്റാൻ വേണ്ടി വെക്കാം. നമുക്ക് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവി കയറ്റേ. അങ്ങനെ നമുക്ക് ആവി വന്നു നോക്കാം. 5 മിനിറ്റ് ആയി കേട്ടോ നമ്മൾ വെച്ചിട്ട്. നന്നായിട്ട് ആവി വന്നു. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് അടുത്ത് നമുക്ക് മുന്തിരിങ്ങ വറുത്തെടുക്കാം. നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യ് ചൂടായപ്പോൾ തന്നെ മുന്തിരിങ്ങ വറുത്തെടുക്കാം നമുക്ക്. കോരി എടുക്കാൻ വേണം. നമുക്ക് മെയിൻ താരത്തിന് ഇറക്കണം. സേമിയ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നേ. വറുത്ത ഇതാട്ടോ സേമിയ. എന്നാലും നമുക്കൊന്ന് ചൂടാക്കാം. നെയ്ക്കകത്ത് കിടന്നിട്ട് വെച്ചോട്ടെ. പിന്നെ സേമിയ മാറ്റി വെച്ചിട്ട് വേറെ പരിപാടിയുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കുറച്ചെടുത്തിട്ട് ഉരുകിച്ചെടുക്കണം. പഞ്ചസാര ഒന്ന് ഇതാവട്ടെ കേട്ടോ. പഞ്ചസാര നന്നായിട്ട് ഉരുകി ഇതായി. ഇനി നമുക്ക് 500 പാലൊന്ന് ചൂടായി. അപ്പോൾ നമുക്ക് ഈ സേമിയ അതിൻ്റെ അകത്ത് കിടന്ന് വേവട്ടെ. സേമിയ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ശരിയാക്കാം.
എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാം. നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. എന്ന് വെച്ചാൽ പാലൊക്കെ തിളച്ച് പൊന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. അപ്പം പാല് നന്നായിട്ട് തിളച്ചു. അപ്പോൾ ഇനി വേവുകയും ചെയ്യണം സേമിയ. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പുതുവർഷം എങ്ങനെയുണ്ട് എല്ലാവരും? പിന്നെ എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കണേ. നമ്മളെ ചെറുതായിട്ട് വരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ഒന്ന് സഹായിക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. എനിക്ക് കൂട്ടുകാരോടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണേ. നോക്കട്ടെ, കുറച്ചും കൂടെ മധുരം വേണം. അപ്പോൾ കുറച്ച് മധുരം കൂടി ഇടണം. 2 സ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അങ്ങനെ തിളച്ചോട്ടെ. നമുക്കിനി ഇതെടുത്ത് ഇടാം കേട്ടോ. നമ്മൾ ബോളാക്കി വെച്ചതുണ്ടല്ലോ, റവ കൊണ്ടാക്കി ഏത്തപ്പഴം. പിന്നിപ്പോൾ ഇതിട്ടൊന്ന് ചൂടായി തിളച്ച് കഴിഞ്ഞിട്ടൊന്ന് വാങ്ങണം കേട്ടോ നമുക്ക്. പിന്നെ ഇതിൻ്റെ വില വേണമെങ്കിൽ മിൽക്കൊക്കെ ഒഴിക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. പിന്നെ നമ്മൾ മലയാളികളല്ലേ, നമുക്കധികം ഇതൊന്നും വേണ്ടല്ലോ. കുഴപ്പമൊന്നും സാധാ ഇതിലുള്ള പായസമൊക്കെ പോരെ. അത് കാരണം ഇത്രയുള്ള രസങ്ങളും കൊഴുപ്പുകളൊക്കെ മതിയല്ലോ. അധികം കൊഴുപ്പൊന്നും ഇടുന്ന പ്രായമായവർക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ മതി അല്ലേ. നമുക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചത് ഇടണം കേട്ടോ. ഇങ്ങനെ വില കൂടെ തൂടണം. ഏലക്ക പൊടിച്ചിട്ടത്. ഇനി നമുക്ക് മുന്തിരിങ്ങ, അങ്ങനെ നമ്മുടെ അടിപൊളി സേമിയ ഏത്തയ്ക്കാപ്പഴം റെഡി. സേമിയ ഏത്തയ്ക്ക പായസം റെഡിയായി കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിച്ചു നോക്കണം. നമ്മുടെ മമ്മിക്ക് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മമ്മി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട്. ആ പഴത്തിൻ്റെ റവയും കൂടെ കൂട്ടി അത് കുറച്ച് ഇത് സ്പൂൺ കൊണ്ട് ഉടച്ച് നോക്കുക. അതും കൂടെ കൂട്ടി കഴിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ. നെയ്യിൻ്റെയും പഴത്തിൻ്റെയും ഒക്കെ നല്ല രുചിയുണ്ട്. ഓക്കെ, ശരി. ഞാൻ അടുത്തേക്ക് കൊടുത്തു നോക്കാം. അതൊക്കെ നല്ല മധുരമുണ്ട്. നല്ലതാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നും ഇങ്ങനെ ഉണ്ടാക്കണം. എന്നും ഉണ്ടാക്കി തരാം. ഇതിനകത്തെ അത് കഴിച്ചു നോക്കിക്കേ. അതാണ് മെയിൻ സാധനം. ഞാൻ പറഞ്ഞ ഏത്തപ്പഴം. ഏത്തപ്പഴ സാധനമാണത്. നല്ലതാ അല്ലേ? അപ്പം ഇതേപോലെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. പ്രായമായവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. മധുരമൊക്കെ ഉള്ളാവുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം ഈ ഏത്തപ്പഴവും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്കാപ്പഴ സേമിയ പായസം എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി വരുമ്പോഴൊക്കെ കൊടുക്കാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും. ഇത്രയും സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. താങ്ക് യു.